പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ്, റോയൽ റംബിൾ 2026 മെൻസ് റോയൽ റംബിൾ മത്സരം വിജയിക്കാൻ പോകുന്നത് കോഡി റോഡ്സ് ആണോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ ശനിയാഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ 3 സ്റ്റേജസ് ഓഫ് ഹെൽ എന്ന മത്സരത്തിൽ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്ത കോഡി റോഡ്സ് ഡ്രൂ മാക്കൻഡയറിനെതിരെ പരാജയപ്പെട്ടതിന് ശേഷമാണ് കോഡി റോഡ്സ് മെൻസ് റോയൽ റംബിൾ 2026 വിജയിക്കാൻ പോകുന്നു. അത്തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് എന്നുള്ളൊരു റൂമർ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കാൻ ആരംഭിച്ചത്. എന്നാൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റും നിലവിൽ കോഡി റോഡ്സിനെ ഫേവറേറ്റ് ആയിട്ട് പോലും റോയൽ റംബിളിലേക്ക് അവർ ലിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് കോഡി റോഡ്സ് റോയൽ റംബിൾ മത്സരം കളിക്കുമോ എന്നുള്ളത് പോലും അവർക്ക് ഉറപ്പില്ല. അങ്ങനെയുള്ള കോഡി റോഡ്സിനെ എങ്ങനെ റോയൽ റംബിളിൽ ഒരു വിജയസാധ്യത ഉണ്ട് എന്ന് പറയാൻ സാധിക്കും എന്നുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചില ഫാൻസ് അവരുടെ തിയറി പ്രകാരം കോഡി റോഡ്സ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ 3ാമത്തെ തവണ ഈ റോയൽ റംബിൾ വിജയിച്ച് റസൽമേനിയ 42 വീണ്ടും ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ചലഞ്ച് ചെയ്യുന്ന ഒരു മൊമെൻറ്റിലൂടെയായിരിക്കും ഇനി അങ്ങോട്ട് സ്റ്റോറി കടക്കുക എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അണിയറയിൽ നിലവിൽ ക്രിയേറ്റീവ് ടീമിൻ്റെ ഇടയിൽ കോഡി റോഡ്സ് എന്ന താരത്തെ മെൻസ് റോയൽ റംബിൾ വിജയിപ്പിക്കാൻ യാതൊരുവിധ പദ്ധതിയും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ കോഡി റോഡ്സ് വിജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു വരുന്ന വാർത്തകളെല്ലാം അക്ഷരാർത്ഥത്തിൽ ഫേക്ക് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ അപ്ഡേറ്റ് TNA റെസ്ലിംഗുമായി ബന്ധപ്പെട്ടിട്ടാണ്. TNA റെസ്ലിംഗിൻ്റെ ഇമ്പാക്റ്റ് എന്ന വീക്ക്ലി എപ്പിസോഡ് അമേരിക്കയിൽ AMC എന്ന് പറയുന്ന പുതിയ TV ചാനലിലേക്ക് കൂടുമാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിലേക്ക് കൂടുമാറിയപ്പോൾ ഈ ആദ്യത്തെ എപ്പിസോഡ് പ്രീമിയർ ചെയ്യപ്പെട്ട ആദ്യത്തെ എപ്പിസോഡ് സംഭവ ബഹുലമായിട്ടാണ് TNA റെസ്ലിംഗ് പ്രൊഡ്യൂസ് ചെയ്തത്. WWE സൂപ്പർ സ്റ്റാറായ AJ സ്റ്റൈൽസിൻ്റെ TNA റെസ്ലിംഗിൻ്റെ ആദ്യ ഒരു ഇൻ റിംഗ് സെഗ്മെൻറ്റോട് കൂടിയിട്ട് അവർ കിക്ക് ഓഫ് ചെയ്യിപ്പിച്ചു. അത് കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നാലെ വന്ന ഒരു 6 മാൻ ടാഗ് ടീം മത്സരത്തിൽ എലൈജ എന്ന് പറയുന്ന റെസ്ലറും WWE എലൈസ് എന്നറിയപ്പെടുന്ന താരമായിരുന്നു. അദ്ദേഹം ഹാർഡി ബോയ്സ് എന്ന് പറയുന്ന നിലവിലെ ടാഗ് ടീം ചാമ്പ്യന്മാരും ഓർഡർ 4 എന്ന് പറയുന്ന ഫാക്ഷനെതിരെ വിജയം നേടിയെടുക്കുന്ന ഒരു 6 മാൻ ടാഗ് ടീം മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 2 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളാണ് TNA വീക്ക്ലി എപ്പിസോഡിൽ ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. അതിൽ ഒന്നാമത്തേതിൽ എലഗൻസ് ബ്രാൻഡ് എന്ന് പറയുന്ന നോക്കൗട്ട്സ് ഡിവിഷനിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ടീം അവർ വീണ്ടും നോക്കൗട്ട്സ് ചാമ്പ്യന്മാർ ആകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. നോക്കൗട്ട്സ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പാണ് അവർ വിജയിച്ചത്. ഇത് കൂടാതെ കോറ ജേഡ്, സോണിയ ഡെവിൽ എന്ന് പറയുന്ന മുൻ WWE സൂപ്പർ സ്റ്റാർസ് TNA റെസ്ലിംഗുമായിട്ടുള്ള കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു ഡെബ്യൂ സെഗ്മെൻറ്റ്സും നമുക്കിന്ന് കാണാൻ സാധിച്ചു. സോണിയ ഡെവിൽ ഒരു GM റോളിലേക്കാണ്, കൊറാജിയുടെ ഒരു റെസ്ലറായിട്ട് തന്നെയാണ് സൈൻ ചെയ്തിട്ടുള്ളത്. ഇവരുടെ റിംഗ് നെയിമിലും ക്യാരക്ടറിലും വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. മെയിൻ ഇവൻറ്റിൽ നടന്ന മറ്റൊരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ഫ്രാങ്കി കസേരിയൻ എന്ന് പറയുന്ന നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മൈക്ക് സാന്റന വീണ്ടും വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 2ാമത്തെ തവണയാണ് മൈക്ക് സാന്റന വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകുന്നത്. അതെന്തായാലും ഒരു നല്ലൊരു മത്സരമായിരുന്നു. ഈ മത്സരശേഷം നിക് നെമത്ത് കോൾ യുവർ ഷോട്ട് എന്ന് പറയുന്ന ഒരു മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസിന് സമാനമായിട്ടുള്ള ഒരു ക്യാഷിൻ ശ്രമം നടത്തി. പക്ഷേ അതിന് മുൻപേ മൈക്ക് സാന്റന ഒരു ഫൈറ്റ് ഉണ്ടാക്കി. അവസാനം മറ്റന്നാൾ നടക്കാൻ പോകുന്ന ജനസിസ് എന്ന് പറയുന്ന പേപ്പർ വ്യൂയിലേക്ക് നിക് നെമത്ത് അഥവാ ഡോൾഫ് സിഗ്ലർ സ്പെഷ്യൽ ഗസ്റ്റ് റഫറി ആയിട്ട് വരുന്ന TNA വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതൊരു ടെക്സസ് ഡെത്ത് മാച്ചായിട്ടാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. അതായത് നിലവിലെ ചാമ്പ്യനായ മൈക്ക് സാന്റന ഫ്രാങ്കി കസീറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന മത്സരം. നിക് നെമത്ത് അഥവാ ഡോൾഫ് സിഗ്ലർ ഈ മത്സരത്തിൽ സ്പെഷ്യൽ ഗസ്റ്റ് റഫറി ആയിട്ട് വരുന്നത് ഈ താരത്തിൻ്റെ പുതിയ ചാമ്പ്യനാകാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതാണ്. കാരണം ഈ മത്സരശേഷം നിക് നെമത്ത് ഈ ഒരു കോൾ യുവർ ഷോട്ട് എന്ന് പറയുന്ന ഈ ക്യാഷിൻ ശ്രമം നടത്തുകയും പിന്നീട് ചാമ്പ്യനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകുന്നതുമായിട്ടുള്ള മൊമെൻറ്റ്സ് TNA ജനസിസ് പേപ്പർ വ്യൂവിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ജനസിസ് എന്ന് പറയുന്ന പേപ്പർ വ്യൂവിന് നല്ലൊരു ബിൽഡപ്പ് ഇന്നത്തെ വീക്ക്ലി എപ്പിസോഡിലൂടെ കൊടുത്തിട്ടുണ്ട്. WWE താരം NXT ബ്രാൻഡിലെ താരമായ സാരിയ എന്ന് പറയുന്ന റെസ്ലർ TNA റെസ്ലിംഗിൻ്റെ നിലവിലെ നോക്കൗട്ട്സ് ചാമ്പ്യനായ സിയ ലീ എന്ന് പറയുന്ന ആ റെസ്ലറിൻ്റെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു മത്സരം കൂടി ജനസിസ് പേപ്പർ വ്യൂയിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിലെ WWE TNA റെസ്ലിംഗിൻ്റെ പാർട്ണർഷിപ്പ് എന്തുകൊണ്ടും TNA റെസ്ലിംഗിന് ഗുണകരമായി മാറുന്ന ഒരു അപ്ഡേറ്റ്സ് ആണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. 3ാമത്തെ അപ്ഡേറ്റ് WWE മുൻ യൂണിവേഴ്സൽ ചാമ്പ്യനായ ബ്രോൺ സ്ട്രോമനെ സംബന്ധിച്ചുള്ള ചെറിയൊരു അപ്ഡേറ്റ് ആണ്. ബ്രോൺ സ്ട്രോമൻ നിലവിൽ റെസ്ലിംഗിൽ ആക്റ്റീവ് അല്ല, പക്ഷേ അദ്ദേഹം റിയാലിറ്റി ഷോ ചെയ്ത് ഇപ്പോൾ വലിയ വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഈ റിയാലിറ്റി ഷോയുടെ ഒരു പ്രത്യേകത, ബ്രോൺ സ്ട്രോമൻ ഈ ഒരു റിയാലിറ്റി ഷോ ചെയ്യുന്നത് റിയാലിറ്റി ഷോ എയർ ചെയ്യുന്നത് അമേരിക്കയിൽ സ്മാക്ഡൗൺ എപ്പിസോഡ് എയർ ചെയ്യുന്ന USA നെറ്റ്വർക്ക് എന്ന് പറയുന്ന ചാനലിലാണ്.
കൃത്യമായി പറഞ്ഞാൽ സ്മാക്ഡൗൺ എപ്പിസോഡ് കഴിഞ്ഞ ഉടനെ തന്നെ ബ്രോൺ സ്ട്രോമിൻ്റെ ഈ ഒരു റിയാലിറ്റി ഷോ, ഒരു ഫുഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഷോയാണ്, അത് അവർ എയർ ചെയ്യും. അപ്പോൾ വലിയ വ്യൂവർഷിപ്പ് ബ്രോൺ സ്ട്രോമിൻ്റെ ഷോയ്ക്ക് കിട്ടിയത് കൊണ്ട് തന്നെ അതിൻ്റെ രണ്ടാമത്തെ സീസണിലേക്കുള്ള ഒരു കോൺട്രാക്റ്റ് പുതുക്കിയിട്ടുണ്ട്. അപ്പോൾ 12 പുതിയ സീസണുകൾ ഇനി ബ്രോൺ സ്ട്രോമിൻ്റേതായിട്ട് ഈ സ്മാക്ഡൗൺ എപ്പിസോഡൊക്കെ കാണുന്നതിന് ശേഷം വീണ്ടും ഈ USA നെറ്റ്വർക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ബ്രോൺ സ്ട്രോമിന് എന്തായാലും റെസ്ലിംഗിലേക്ക് ഇനി ഒരു തിരിച്ചുവരവ് നടത്താൻ സാധിക്കില്ല. ഇനി ആക്ടിംഗ് കരിയർ ആണ് തൻ്റെ മുന്നിലുള്ളത് എന്ന് മുൻ യൂണിവേഴ്സൽ ചാമ്പ്യൻ ഇതിനോടകം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഇത്തരത്തിലുള്ള കോൺട്രാക്റ്റ് പുതുക്കലൊക്കെ ബ്രോൺ സ്ട്രോമിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ റെസ്ലിംഗ് റിംഗിൽ അദ്ദേഹം കയറില്ല എന്ന് ഏകദേശം ഉറപ്പിച്ചു പറയാം. 4ാമത്തെ അപ്ഡേറ്റ് ചത്ത പച്ച എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ചാണ്. ചത്ത പച്ച ദ റിംഗ് ഓഫ് റൗഡീസ് എന്ന് പറയുന്ന സിനിമ WWE ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു പടമാണ്. WWE ഇൻസ്പയർ ചെയ്തിട്ട് മലയാളത്തിൽ നിന്ന് വരുന്ന ആദ്യത്തെ മുഴുനീള ഒരു റെസ്ലിംഗ് റിലേറ്റഡ് പടമാണ് ചത്ത പച്ച ദ റിംഗ് ഓഫ് റൗഡീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ട്രെയിലറാണ് ഇന്നലെ പുറത്തേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി ചത്ത പച്ചയുടെ ട്രെയിലർ മാറിയിട്ടുണ്ട്. ഈ ട്രെയിലർ ഗംഭീരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു റെസ്ലിംഗ് ആരാധകൻ എന്ന നിലയിൽ ആ റിങ്ങിലെ ഫൈറ്റും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വലിയ ത്രില്ലിലാണ് ഞാൻ ഇരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം ട്രെയിലറിനെ സംബന്ധിച്ചുള്ളതും ഈ സിനിമയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ട്രെയിലറിൻ്റെ അവസാന സെക്കൻഡുകളിൽ ഒരു മിസ്റ്ററി കഥാപാത്രത്തെ അവർ ടീസ് ചെയ്യുന്നുണ്ട്. അതാരാണെന്നും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു കെമിയോ അപ്പിയറൻസിൽ ഏതെങ്കിലും ഒരു മുൻ WWE സൂപ്പർ സ്റ്റാർ ആയിരിക്കുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, അത് മലയാളത്തിൻ്റെ മെഗാസ്റ്റാറായ മമ്മൂക്കിയായിരിക്കുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. കാരണം ചത്ത പച്ച ഷൂട്ട് നടക്കുന്ന സെറ്റിൽ മമ്മൂക്ക പോയിട്ടുണ്ടായിരുന്നു. അന്ന് മമ്മൂക്കയുടെ കയ്യിൽ ധരിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചെറിയ ബ്രേസ്ലെറ്റൊക്കെ നമുക്ക് ആ ഒരു കഥാപാത്രം ധരിക്കുന്നതായിട്ട് ആ ട്രെയിലറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് മമ്മൂക്കയായിരിക്കുമെന്ന് ഏകദേശം ഉറപ്പായിരുന്നു. റൂമേഴ്സ് പുറത്തേക്ക് വന്നതെല്ലാം ശരിയാവുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായത്. അപ്പോൾ ഒരു ഗംഭീര ഒരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ ഈ പടം നമുക്ക് സമ്മാനിക്കുമെന്ന് അതിൻ്റെ ട്രെയിലറിലൂടെ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബാക്കിയൊക്കെ ജനുവരി 22-ാം തീയതി പടം കണ്ടതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് സൂപ്പർ താരവും നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനുമായ CM പങ്കിൻ്റെ റിട്ടയർമെൻറ്റിനോട് അനുബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. 2 ദിവസം മുൻപ് CM പങ്ക് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയുണ്ടായി. CM പങ്കിൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ സംബന്ധിച്ച് CM പങ്ക് പങ്കുവെച്ചത് തൻ്റെ ഒരു റെസ്ലിംഗ് കരിയർ ആരംഭിച്ച ഒരു സമയത്ത് താൻ ഒരു 40 വയസ്സ് വരെയൊക്കെ റെസ്ലിംഗ് റിംഗിൽ ചിലവഴിക്കുമോ എന്നുള്ളത് ഒരു സംശയം പോലെയായിരുന്നു താൻ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ 40 കഴിഞ്ഞ് 45 കഴിഞ്ഞ് താൻ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്നാണ് തനിക്ക് ബൂട്ടഴിക്കേണ്ടി വരിക എന്നുള്ളതിനെ സംബന്ധിച്ച് ചില ചിന്തകൾ തന്നെ മനസ്സിലേക്ക് വരുന്നുണ്ടെന്നും അത് 50 വയസ്സിന് മുൻപിൽ തന്നെ അവസാനിപ്പിക്കണമെന്നുള്ളതും CM പങ്ക് വെളിപ്പെടുത്തുകയുണ്ടായി. അതായത് ഇനി 2-3 വർഷങ്ങൾക്കുള്ളിൽ CM പങ്ക് റെസ്ലിംഗ് റിംഗിൽ നിന്ന് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുമെന്നുള്ളത് CM പങ്ക് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 50 വയസ്സിന് ശേഷം റിംഗിൽ തുടരാൻ തനിക്ക് താല്പര്യമില്ല എന്നുള്ളത് CM പങ്ക് പറഞ്ഞിട്ടുണ്ട്. ചില ലൂച്ച ലിബ്രെ റെസ്ലേഴ്സ്, അതായത് മെക്സിക്കൻ റെസ്ലേഴ്സൊക്കെ അവർ 50 വയസ്സ് കഴിയുന്നതിന് ശേഷം പെർഫോം ചെയ്തതിനെ സംബന്ധിച്ചും CM പങ്ക് പറഞ്ഞു. പ്രത്യേകിച്ച് റെയ്മിസ്റ്റീരിയോയുടെ പേരൊക്കെ CM പങ്ക് ഇൻ്റർവ്യൂവിൽ മെൻഷൻ ചെയ്യുകയുണ്ടായി. അവരൊക്കെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആണെന്നും അവരെ പോലെയൊന്നും തനിക്ക് റിംഗിൽ ഇനി അധികകാലം സമയം ചിലവഴിക്കാൻ സാധിക്കില്ല എന്നുള്ളതും CM പങ്ക് തുറന്നു പറയുകയുണ്ടായി. ഇന്നലെ രാത്രിയോടുകൂടി മറ്റൊരു അപ്ഡേറ്റ് പുറത്തേക്ക് വന്നത് CM പങ്കിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും WWE 2K26 എന്ന് പറയുന്ന വീഡിയോ ഗെയിം പുറത്തേക്ക് വരാൻ പോകുന്നതെന്നും CM പങ്ക് 2014 കമ്പനി വിട്ടില്ല എന്നുണ്ടെങ്കിൽ CM പങ്കിൻ്റേതായിട്ട് നടക്കേണ്ടിയിരുന്ന മത്സരങ്ങൾ, ആ സ്റ്റോറി ലൈനുകളൊക്കെ ഷോക്കേസ് ചെയ്തുകൊണ്ടുള്ള ചില ഫീച്ചേഴ്സും ഈ ഗെയിമിൽ ഉണ്ടായിരിക്കുമെന്നുള്ളതും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും CM പങ്കിനെ സംബന്ധിച്ച് പോസിറ്റീവും അതുപോലെ തന്നെ സങ്കടപ്പെടുത്തുന്നതുമായിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് കേൾക്കാൻ സാധിക്കുന്നത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.